ഹലോ. നമ്മുടെ തൃശ്ശൂർ ഒരു മിനീസോ ഉള്ള കാര്യം എത്ര പേർക്കറിയാം? നമ്മുടെ കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ മിനീസോൻ്റെ ഈ ഔട്ട്ലെറ്റ് ഉള്ളത്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഞാൻ ഓൾമോസ്റ്റ് എവറി വീക്ക് അവിടെ പോകാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഒരു വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ. ഈ ഒരു പിങ്ക് ബാർബി വാട്ടർ ബോട്ടിലാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് മിനീസോൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു എസ്തറ്റിക് ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1100 ml ആണ്. പിന്നെ ഇതിൻ്റെ MRP 700 ആണ്. 699 ആയിരുന്നു. ഇനി ഈ ഒരു ബോക്സ് നിറയെ പ്രോഡക്റ്റ്സ് ആക്ച്വലി എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു. പലപ്പോഴും ഞാൻ മിനിസോയിൽ പോയിട്ട് നോക്കി വെച്ചിട്ടുള്ള പല പ്രോഡക്റ്റ്സ് തന്നെയാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ബാർബി മഗ്ഗാണ്. നമ്മുടെ സ്റ്റാൻലി മഗ്ഗൊക്കെ പോലത്തെ ഒരു മിനിസോൻ്റെ ബാർബി മഗ്ഗാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു സ്ട്രോ വരുന്നുണ്ട്. സ്ട്രോ മാറ്റിയാൽ അതങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റും. പിന്നെ ഇതൊരു സിപ്പറായിട്ട് യൂസ് ചെയ്യാം. അതും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് ഇതിൻ്റെ. പിന്നെ നല്ല ഹാൻഡിൽ, സ്റ്റേഡി ആയിട്ടുള്ള ഒരു ഹാൻഡിലൊക്കെയാണ് കേട്ടോ. നമുക്ക് ലോങ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കാറിലോ അല്ലെങ്കിൽ ഈവൻ ബാഗിലാണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റും. സ്ട്രോ മാത്രം പുറത്തേക്ക് മാറ്റി വെച്ചാൽ മതിയാവും. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1600 ml ആണ്. പിന്നെ MRP 1100 rupees കേട്ടോ. അടുത്തതും ഒരു കോഫി മഗ്ഗാണ്. ഇത് സെറാമിക്കിൻ്റെ മെറ്റീരിയലാണ്, പിങ്ക് കളറിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു ലിഡ് സിലിക്കോൺ ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഹോട്ടായിരിക്കുമ്പോൾ നമുക്കിത് പിടിക്കാൻ പറ്റുന്ന ഒരു സിലിക്കോൺ ഒരു ഹോൾഡറും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി 400 ml MRP 600 rupees കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു ബാർബി ഓർഗനൈസറാണ്. ഇതിലൊരു 9 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. സ്മോൾ ഡ്രോവേഴ്സാണ്. നമുക്ക് ചെറിയ ചെറിയ ക്യൂട്ട് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ജ്വല്ലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്റ്റേഷനറി ഐറ്റംസോ ഒക്കെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഓരോ ഡ്രോവേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനും അതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെക്കാനും പറ്റും കേട്ടോ. മേക്കപ്പ് ടേബിളിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ ടേബിളിൽ വെച്ചാൽ ഇതൊരു എസ്തെറ്റിക് ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 rupees ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ 9 ഡ്രോവേഴ്സിന് പറ്റിയിട്ടുള്ള 9 സ്റ്റിക്കേഴ്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഇതേപോലത്തെ പല പല ഓർഗനൈസേഴ്സ് മിനിസോയിലുണ്ട്. പല റേറ്റ് 200 തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന പല പല ഓർഗനൈസേഴ്സ് അവിടെ ഉണ്ട്. ക്രേറ്റ് ബോക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റിക്കറും കൂടി വന്നപ്പോൾ ഒന്നുകൂടി ക്യൂട്ടായില്ലേ, നൈസായിട്ടില്ലേ? ഇതും മിനിസോൻ്റെ വീഡിയോസിലും അല്ലെങ്കിൽ നേരിട്ട് പോകുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ബാർബി മേക്കപ്പ് ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ബാഗാണ്. ഇതിൻ്റെ സിബ് തന്നെ കണ്ടോ, ബാർബിയുടെ ഹെഡാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു മേക്കപ്പ് ബാഗാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 rupees കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസിനൊക്കെ എങ്ങനെ റേറ്റ് അറിയാം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിത് എപ്പോഴും അവിടെ പോയിട്ട് കാണാറുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ റേറ്റ് ഓൾമോസ്റ്റ് അറിയാം. പിന്നെ ചിലതിലൊക്കെ MRP ടാഗ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതൊരു സാനിറ്റൈസറാണ്. നമുക്കിങ്ങനെ കീ ചെയിൻ പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. ചെറിയൊരു മിനി സാനിറ്റൈസറാണ്. റോസിൻ്റെ എന്തോ ആണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. നല്ല സ്മെല്ലാണ്. നമുക്ക് ഇങ്ങനെ എപ്പോഴും ബാഗിലോ അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 100 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് ഒരു ബാർബി നെയിൽ കട്ടറാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സും അതിനകത്ത് 2 നെയിൽ കട്ടർ വരുന്നുണ്ട്. 2 ഷേപ്പിലാണ് വരുന്നത്. ഒന്ന് ഇങ്ങനെ ഒരു ഒരു ആംഗുലർ ഷേപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നെയിൽ എഡ്ജസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കാലിലെ ടോസിലൊക്കെ നെയിൽസ് കട്ട് ചെയ്യാനായിട്ട് കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 നെയിൽ കട്ടേഴ്സും ഈ ഒരു ബോക്സും കൂടി വരുന്നത് ഈ ഒരു സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 rupees കേട്ടോ. ഇനി അടുത്തത് ഇതൊരു ഷവർ ക്യാപ്പാണ്, ബാർബി ഷവർ ക്യാപ്പ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 rupees ആണ്. ഇത് നമുക്കിപ്പോൾ ഷവർ ചെയ്യുമ്പോൾ നമുക്ക് മേൽ മാത്രം കഴിക്കാൻ മതി. അപ്പോൾ അന്നേരം നമുക്ക് ഹെയർ നനയാതിരിക്കണമെങ്കിൽ നമുക്കിത് ഹെയറിൽ കവർ ചെയ്യാം. ബോണറ്റ് അല്ലെങ്കിൽ ഷവർ ക്യാപ്പ് അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇത് 2 ലെയർ വരുന്നുണ്ട്. ഇതിൽ പുറമേ ഒരു പോളിസ്റ്റർ ക്ലോത്തും അതിൻ്റെ അകത്ത് PU വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ക്ലോത്തും വരുന്നുണ്ട് കേട്ടോ. ക്യൂട്ടായിട്ടില്ലേ കാണാൻ?
ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോൾ മിനിസോയിൽ പോകുമ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 റുപ്പീസാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കും, ഇതിൻ്റെ റേറ്റ് വല്ല കുറവുണ്ടോ, അവർ വല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ. ഇതൊരു മിററാണ്, ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു മിററാണ്. ബാർബി പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റാൻഡും അതിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഡബിൾ സൈഡഡ് മിററാണ്. ഒരു സൈഡിൽ നോർമൽ മിററും മറ്റേ സൈഡിൽ 2x മിററും വരുന്നുണ്ട്. അവിടെ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ബോക്സിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈസിലി തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ജസ്റ്റ് ആ ഒരു സ്റ്റാൻഡ് സ്ക്രൂ ചെയ്യണം, പിന്നെ അതിലേക്ക് മിറർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരു സൈഡിൽ ബാർബിന്ന് എഴുതിയിട്ടുണ്ട്, മറ്റേ സൈഡിൽ ബാർബിയുടെ ഒരു സിമ്പിളും വെച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടില്ലേ? പിന്നെ ഒരു ബാർബി കീ ചെയിനാണ്. ഇതിൽ ഒരു മിറർ, അതുപോലെ ഒരു ബ്രഷ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ്, ഒരു ചാം അങ്ങനെ. ഈ മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞ് വേണമെങ്കിൽ ഈ മിററിൽ നമുക്കൊന്ന് ഫേസൊക്കെ ചെക്ക് ചെയ്യാം, മേക്കപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഈ ബ്രഷ് വെച്ചിട്ട് കാണുന്ന പോലെയല്ല, ഇത് വെച്ച് അത്യാവശ്യം നമുക്ക് ഹെയർ കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ആൻഡ് ഈവൻ കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ ഒരു മിറർ വെച്ച് ചെക്ക് ചെയ്യാനും പറ്റും. എങ്ങനെയുണ്ട്? നൈസല്ലേ? പിന്നെ ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ട്, നമുക്ക് ബക്കിൾ, അത് എന്താ പറയുക, ജീൻസിൻ്റെ ഇതിലൊക്കെ അല്ലെങ്കിൽ ബാഗിലാണെങ്കിലും ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. റേറ്റ് 260 റുപ്പീസാണ് കേട്ടോ. അടുത്തത് ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇത് 400 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിലിക്കോൺ പാഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റീലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260 റുപ്പീസായിരുന്നു. പിന്നെ ഇത് ഒരു നെക്ക് പില്ലോ ആണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ, ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് നെക്കിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നൊരു നെക്ക് പില്ലോ ആണ്. നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഇതാണ്, പക്ഷേ സോഫ്റ്റാണ് മെറ്റീരിയലൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മെമ്മറി ഫോമാണ്. പിന്നെ ഇതിപ്പോൾ കുറച്ച് അഴുക്കായിട്ടുണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. നമുക്കിങ്ങനെ സിബ് തുറന്ന് ഇതിന് ഫോം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ കവർ വാഷ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ റേറ്റ് 1100 എന്തോ ആയിരുന്നു. ഇനി ഇത്രയും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇനിയുള്ളത് അതിന് ശേഷം ഞാൻ പലപ്പോഴായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ബാത്ത് ടവൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 500 റുപ്പീസാണ്. ഇത് മൈക്രോ ഫൈബർ ക്ലോത്താണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, എന്നാൽ ലൈറ്റ് വെയ്റ്റുമാണ് കേട്ടോ. ഇത് ഒരു സ്കാൽപ്പ് മസാജറാണ്, ബാർബി എഡിഷനാണ്. പിന്നെ ഇതെന്താ, നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ്. നമുക്ക് ഷാംപൂ അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഷവർ ചെയ്യണ സമയത്ത് ഷാംപൂ ഇതിലെടുത്തിട്ട് നല്ലപോലെ സ്കാൽപ്പിൽ മസാജ് ചെയ്താലോ ഷാംപൂ ഒക്കെ ഈവൻലി സ്പ്രെഡ് ആവാനും, അതുപോലെ ഹെയറിൽ ഡാൻഡ്രഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടി ഈസിലി അതൊക്കെ റിമൂവ് ചെയ്യാനും ഒരു സ്ക്രബിങ് എഫക്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. എന്നാൽ ഇത് അത്ര ഷാർപ്പ് അങ്ങനെയൊന്നുമല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 200 റുപ്പീസായിരുന്നു. ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. പ്ലാസ്റ്റിക്കോ പോളികാർബണേറ്റോ ആണെന്ന് തോന്നുന്നു. എയർ ടൈറ്റ് ആണ്. ഇതിൽ സിലിക്കോൺ പാഡിങ് ഇതിൽ വന്നിട്ടുണ്ട്. 330 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ MRP 130 റുപ്പീസാണ്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറേജിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അടുത്തത് ഒരു ടിഷ്യൂ പാക്കറ്റാണ്. 12 സ്മോൾ പാക്കറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. ഓരോ പാക്കറ്റിലും 10 ടിഷ്യൂസ് വെച്ചിട്ടുണ്ട്. ഫേഷ്യൽ ടിഷ്യൂ വൈപ്സ് ആണ്. ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പുറത്തും ഇങ്ങനെ ബാർബി സ്റ്റിക്കർ പോലത്തെ ഇതാണ് പാക്കിൻ്റെ, പക്ഷേ ഉള്ളിൽ ടിഷ്യൂസൊക്കെ പ്ലെയിൻ വൈറ്റ് ടിഷ്യൂ തന്നെയാണ്. 20 ടിഷ്യൂസ് 200 റുപ്പീസിന് അഫോർഡബിളായിട്ട് തോന്നി. അപ്പം അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ്. ഒരു പാക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് ബാഗിലൊക്കെ കൊണ്ട് നടക്കാനായിട്ട് ഈസി ആയിരിക്കും. മേക്കപ്പ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡം ആവശ്യത്തിനൊക്കെ ഉപകാരപ്പെടും. പിന്നെ ഇതൊരു ബാർബി ജേർണൽ ഡയറിയാണ്. ഞാനിത് മുമ്പൊരിക്കൽ അവിടെ കണ്ടിരുന്നു. അന്ന് ഞാനത് വാങ്ങിയില്ല. പിന്നീട് ചെല്ലുമ്പോൾ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് പിന്നെ ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ വേഗം വാങ്ങിയതാണ്. എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഡയറിയാണ്. ജേർണലൊക്കെ എഴുതുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. പ്ലെയിൻ റൂൾഡ് പേജസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബുക്ക് മാർക്ക് വരുന്നുണ്ട്. ഈ ഒരു റിബണും അതിൻ്റെ താഴെ ഒരു ബാർബി പെൻഡൻ്റ് പോലെ വന്നിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഫ്ലാപ്പ് ക്ലോഷർ ഉണ്ട്. ഇങ്ങനെ മാഗ്നറ്റ് വന്നിട്ട് ഇവിടെ ക്ലോസ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 300 റുപ്പീസാണ്. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ജേർണൽ ഡയറി ആയിരുന്നു. ആൻഡ് ജേർണൽ എഴുതണമെങ്കിൽ
ഓഫ് കോഴ്സ് പെൻ വേണം. അപ്പോൾ അതും ഒരു ബാർബി പെൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഈ ഒരു പെൻ. ബാർബി എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിങ്ക് കളറിലാണ് ഫുൾ വരുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെന്നാണ്. പിടിക്കാനും നമുക്ക് നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇങ്ക് വരുന്നത് ബ്ലാക്ക് ജെൽ ഇങ്കാണ് കേട്ടോ. 100 രൂപയാണ് ഇതിന്. അടുത്തത് ഈ ഒരു ബാസ്ക്കറ്റാണ്. ഇതൊരു ഓർഗനൈസിങ് ബാസ്ക്കറ്റായിട്ട് നമുക്ക് ഏതൊരു സ്പേസിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മേക്കപ്പ് ടേബിളിലായാലും ബാത്റൂമിലോ അല്ലെങ്കിൽ വാർഡ്രോബിലോ ഏതൊരു ഏരിയ, ഈവൻ കിച്ചണിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എസ്തെറ്റിക് ആയിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 300 ആണ്. പക്ഷെ എനിക്ക് 210 ഡിസ്കൗണ്ടിൽ കിട്ടി കേട്ടോ.